ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? നമ്മൾ ഡേ 4 കിടക്കുകയാണ്. എനിക്ക് ചെറുതായിട്ടൊരു പനിയൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഇന്നലെ ഇവിടെ ഉണ്ടാകുന്ന തണുപ്പിനെക്കാളും കൂടുതൽ ഒരു വിറയലൊക്കെ ഉണ്ടായിരുന്നു, തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, എന്നാലും ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്ന പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിലാണ് തുടങ്ങുന്നത്. ഇന്നത്തെ പ്രത്യേകത നമുക്ക് നേരത്തെ പോകണം. നമ്മൾ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. കാരണം നമ്മൾക്ക് ഗുൽമർഗിലാണ് ഇന്ന് പോകുന്നത്. അവിടെ ഗൊണ്ടോള റൈഡ് ഉണ്ട്. നമ്മൾ അവിടുത്തെ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് രാവിലെ 9 മണിക്കുള്ള സ്ലോട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരത്തെ ഇറങ്ങണം. അപ്പോൾ ഇവരോട് നേരത്തെ ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് നേരത്തെ ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്താ നമുക്ക് നോക്കാം. ബ്രെഡ് ഓംലെറ്റ് ആണ്. ഇതാണ് അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വരുന്നത്. പിന്നെ ഇത് ചായയാണ്. ഇത് കഴിച്ചിട്ട് നമുക്ക് നേരെ യാത്ര ഗുൽമർഗിലേക്ക് പോകണം. അവിടെയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കൊണ്ടുള്ള കേബിൾ കാർ വരുന്നത്. എട്ട് മണിക്ക് ലേക്കിൻ്റെ ഭാഗത്തുള്ള ഒരു അവസ്ഥയാണിത്. ഒരുപാട് കച്ചവടക്കാരൊന്നുമില്ല. ഇവിടെ കുറച്ച് കച്ചവടക്കാരുള്ളത്, കുറച്ച് കരകൗശല വസ്തുക്കളും പിന്നെ ജാക്കറ്റിൻ്റെ ആൾക്കാരുള്ളത്. ഒരു സിറ്റി ഭയങ്കര ക്ലീൻ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അത് ഭയങ്കര ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാശ്മീരത്തെ ബസ് സ്റ്റാൻഡ് ഇത് വേറൊരു പട്ടാൾക്കാരുടെ വണ്ടി. ഇങ്ങനെ കുറേ വണ്ടികളുണ്ട്. അതിനനുസരിച്ച് കുറച്ച് പട്ടാൾക്കാരുണ്ടാവും അവിടെ. അങ്ങനെയാണ് ഓരോരോ സ്ഥലത്തായിട്ട് വരുന്നത്. വേറെ വണ്ടിയിട്ടാണ്, ബാക്കിൻ്റെ വണ്ടികളാണ്. അതിൻ്റെ കൂടെ കുറേ പട്ടാൾക്കാർ. ഗൊണ്ടോള കേബിൾ കാറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അതിലേക്ക് കയറുന്ന ഒരു ഏരിയയാണിത്. ഇവിടെ കുറേ ക്യൂ ഉണ്ടാകും. ഈ ക്യൂ ഉള്ളതൊക്കെ അതിൽ കയറുള്ളതാണ്. ഇവിടുന്ന് ടിക്കറ്റ് കൊടുക്കില്ല. ടിക്കറ്റ് നമ്മൾ ഓൺലൈനിലായിട്ട് തന്നെ എടുക്കണം. ഇത് ഫേസ് 1 ആണ്. ഫേസ് 1ൻ്റെ ഫേസ് 2ൻ്റെ ഒക്കെ എൻട്രൻസ് ഇവിടെ തന്നെയാണ്. ഇവിടുന്ന് കയറിയതിൻ്റെ ശേഷം പിന്നെയാണ് ഫേസ് 2ക്ക് പോവാം. പിന്നെ ആകെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ 9 മണിക്കുള്ള സ്ലോട്ടാണ്. ഞങ്ങളിവിടെ ഉള്ള ആൾക്കാർ പരിചയപ്പെട്ടവർ പറഞ്ഞു 9 മണിക്കുള്ള സ്ലോട്ടാണെങ്കിലും അതിൻ്റെ ശേഷമുള്ള സ്ലോട്ടാണെങ്കിലും നമ്മളെ ടൈമിന് പ്രശ്നമില്ല. നമ്മളിത് ടിക്കറ്റ് ഉണ്ടായാൽ മതി. 9 മണിൻ്റെ സ്ലോട്ടിൻ്റെ ആൾക്കാർ 11 മണിൻ്റെ ശേഷം വന്നാലും നമുക്ക് ഇതിൽ കയറാൻ പറ്റും. ആ ടൈമിന് പ്രശ്നമില്ല എന്ന് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അത് ഇനി ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവരൊന്ന് നോട്ട് ചെയ്യാം. നമ്മളെ സ്ലോട്ടിൻ്റെ ടൈമിന് പ്രശ്നമില്ല. അപ്പോൾ അതൊരു ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു അറിവാണ്. കാരണം ടൈമിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. ഇവിടെ ഞാൻ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ ഞാൻ ടിക്കറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫിസിക്കലി അവിടുത്തെ കോപ്പി കാണണമെന്നില്ല. മൊബൈലിൽ അതിൻ്റെ QR കോഡ് ഉണ്ടായാലും മതി. ടിക്കറ്റ് നമ്മളവിടെ ചെക്ക് ചെയ്ത് നമ്മൾ നേരെ ഇതിൻ്റെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് കയറാണ്ട്. കയറിൻ്റെ ശേഷമാണ് നമ്മളെ കൊണ്ടുള്ള കേബിൾ കാറിൻ്റെ ഉള്ളിൽ കയറൽ. ഇവിടെ ഒരു ക്യൂ ഉണ്ട്. ഇങ്ങനെ കയറി വരികയാണ്. ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേബിൾ കാറ്. 1 മണിക്കൂറിൽ 1500 ആൾക്കാരെ കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഓരോ വരിക്കായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് അവിടെ പോകുന്നുണ്ട്, പിന്നെ ഒന്ന് ഇവിടെ ഉണ്ട്. അതിൻ്റെ ബാക്കിൽ വേറെ ഒന്നുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് കാര്യങ്ങൾ. ഇതാണ് അതിൻ്റെ സംഭവം. നമ്മളിപ്പോൾ കയറാൻ പോകാം. ചാർലോ 6 നമ്മൾ കേബിൾ കാറിൽ കയറി. ഭാഗത്തുനിന്ന് ക്ലീൻ അല്ലേ അല്ലേ? ക്ലീനാണ്. കുറച്ചും കൂടി ഇതിൽ കിട്ടും. ഇങ്ങോട്ട് ഇവിടെ പിടിച്ചു നോക്ക്. ഇവിടെ മഞ്ഞ് വീണ് എടുക്കുന്നുണ്ടാ. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇഷ്ടമോളെ? ആൾക്കാർ നടന്നുകൊണ്ട് അല്ലല്ല അല്ല ഇതിന്റെ പോസ്റ്റിന്റെ ഐറ്റല്ലേ വരുള്ളൂ. പോസ്റ്റിന്റെ ഐറ്റം വരുള്ളൂ. വീഡിയോ നമ്മളെ ബാക്കിൽ അത്ര ദൂരം ഉണ്ട് അല്ലേ? അത്ര വ്യത്യാസം വരുന്നുണ്ട്. ഇങ്ങനെ ഇട്ടെന്ന രസം. നാളില്ല
ചേച്ചി വരുമ്പോൾ ചിലർ ഫേസ് 2 പോയിട്ടുണ്ടാവും. ഞങ്ങൾ അതിന്റെ മുകളിൽ മഞ്ഞിന്റെ മുകളിൽ ഇങ്ങനെ എടുക്കുമ്പോഴാ രസം. ഫ്രണ്ടിക്ക് ഇങ്ങനെ കാണാൻ അങ്ങനെ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എന്ത് രസാ. സൈഡിനൊക്കെ ഫുള്ള് മഞ്ഞ്. ആ പച്ചതാ അതാണ് അതിൻ്റെ ഇത്. എത്തുന്ന സ്ഥലല്ലേ, നല്ല രസല്ലേ. ഇതിപ്പോ നമുക്ക് തണുപ്പ് അറിയണില്ല. ഇതിപ്പോ ഗ്ലാസ് ഉണ്ടെങ്കിലേ നല്ല തണുപ്പ് ഇറങ്ങലാണോ എന്താ ഓഫാക്കട്ടെ. നല്ല പോക്കായിട്ടല്ല, അങ്ങനല്ല. നമ്മൾ ആണ്ടും ഇങ്ങോട്ടും ആയിട്ടാണ് ഒരേ സ്പീഡാണ് ഇറങ്ങണം വരണൊക്കെ. കുറേ പേടിണ്ടാ വ്യൂ ഒക്കെ അങ്ങോട്ട്. അതിന്റെ വരുമാനം കണ്ട് കണ്ടത്തിലെടുക്കണ്ടേ ഞാൻ. അയ്യോ നിർത്തല്ലേ, വേണ്ട നിർത്തല്ലേ. ഫേസ് 1 സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കേബിൾ കാറ് ഫസ്റ്റ് ഫേസ് വരുന്നത്. ഇവിടെ എൻ്റെ എന്നിട്ട് ഇവിടുന്ന് തിരിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകണം. കുറേ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ സ്പീഡ് വന്നിട്ട് പിന്നെ ഇവിടെ സ്റ്റോപ്പ് ആവുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് പോവാണ്. എക്സിറ്റാണ് ഇവിടെ വരുന്നത്. എന്നിട്ട് ഫേസ് 2ക്ക് പോകലും ഇവിടെയാണ്. എന്തായാലും അടിപൊളി. നമ്മളെ ബാക്കിൽ ഇരിക്കുന്നത് ഫുള്ള് മഞ്ഞുള്ള ഏരിയ. നമ്മളെ ഇവിടെ നിന്നാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആ ഒരു വ്യൂ അടിപൊളിയാണ്. ഞാൻ സ്നോ ഉള്ള വ്യൂ കാണിച്ചു തരാം. നമ്മൾ വന്ന ഏരിയ ഇവിടെയാണ്. ഇവിടെയാണ് നമ്മളിങ്ങനെ വന്നിട്ടുള്ളത്. അവിടെ നോക്കി മഞ്ഞ്. എന്താ രസം എന്ന് പറയുന്നത്. ക്യാമറയിൽ എത്രമാത്രം ഇതിന് ഭംഗിയുണ്ട് ഒരു ഐഡിയ ഇല്ല. പക്ഷെ നേരിട്ട് കാണുമ്പോണ്ടല്ലോ ഒക്കെ മഞ്ഞാണ്. ഇതിന് മുകൾക്കാണ് ഫേസ് 2 പോകുന്നത്. നമ്മൾക്കിനി പോകാനുള്ളത് ഫേസ് 2ലാണ്. അവിടെ നിർത്തിയിട്ടുണ്ടല്ലോ ചോപ്പ് കേബിൾ കാറ്, അതിലാണ് പോകാനുള്ളത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മളൊന്ന് കണ്ടതിൻ്റെ ശേഷം അതിൽ പോവാം. ഇവിടെ കുറേ ഡ്രസ്സ് കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമ്മൾ ബാക്ക് നോക്കിയിട്ട് കാണാൻ പറ്റും. അതിൻ്റെ മുകൾക്കാണ് കേബിൾ കാർ പോവുക. ഫേസ് 2 എടുത്താൽ മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റുള്ളൂ. ഫേസ് 1 അവിടെ വരെ ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ നടന്നിട്ട് നമ്മൾക്ക് ആ ഭാഗത്തൊക്കെ പോയേക്കാം. നമ്മൾ കണ്ട് പോയോ. കുറേ കുതിരകളുണ്ട് കേട്ടോ, പാവങ്ങൾ. നമ്മൾ കയറി വന്നല്ലോ കൊണ്ടാളമ്മേ. ആ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഷോർട്ട് കട്ട് ഉണ്ട്, എന്നാലും അത്രയും ഉയരം കയറ്റി വന്നതാണ്. എൻ്റെ അവസ്ഥയിലേക്കുമ്പോൾ ചില ടൈമിൽ നമുക്ക് പാവം തോന്നും. കാരണം ഇത്രയേ കുതിരകളുണ്ട്. കൂടുതൽ ആൾക്കാർ കുതിരണ്ടൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇവിടുന്നാണ്ട് ആ മഞ്ഞിൻ്റെ സ്ഥലം ഉണ്ടല്ലോ, മഞ്ഞിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോകാനൊക്കെയാണ് കുതിരമ്മ പോകാമെന്നൊക്കെ ഇവർ പറഞ്ഞത്. കാരണം ഈ മഞ്ഞ് ഇങ്ങനെ കാണുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ആൾക്കാർ കുതിരമ്മ യൂസ് ചെയ്യാതെ നടന്നു പോവാണ്. അപ്പോൾ ഇവർക്ക് അത്ര വരുമാനമൊന്നും ഉണ്ടാവില്ല. നമുക്ക് കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇവിടെ മഞ്ഞ് നോക്കുകയാണെങ്കിൽ അടിപൊളി മഞ്ഞാണെങ്കിൽ നേരെ മുകൾക്കുണ്ട്. നമ്മളൊക്കെ അതിൻ്റെ അടുത്തേക്കൊക്കെ പോയേക്കാം. എന്താ നമ്മളെ ഫേസ് 2 കേബിൾ കാറോടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾക്ക് കുതിരൻ്റെ പരിപാടി ഭയങ്കര ഇഷ്ടമായിരിക്കുന്നത്. മറ്റാളെ വന്ന് ഇറങ്ങുന്നില്ലായിരുന്നു, അത് പോയിരിക്കുകയാണ്. ഇവിടെ ഓക്സിജൻ്റെ കുറവൊക്കെ ഉണ്ട്. ശ്വാസം വലിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഓൾറെഡി എന്ത് പനി ഉണ്ടായിരുന്നു നല്ല രാത്രിയൊക്കെ. അപ്പോൾ അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണോ എന്താ അറിയില്ല. ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇനി ആ ഭാഗത്ത് ഇതിൻ്റെ ഏറ്റവും ടോപ്പിക്ക് കൊണ്ടാലും നമ്മൾ പോകും. ഫേസ് 2ക്ക് പോകും. ഫേസ് 2 നമ്മൾക്ക് 3 മണി വരെ ടൈമുണ്ട്. 3-4 മണിൻ്റെ ഉള്ളിൽ കയറിയാൽ മതി. എന്താണ് ഇഷുമോൾ എൻ്റെ പ്രശ്നം? എന്താണ് എൻ്റെ പ്രശ്നം? ഇഷുമോളെ
ഇഷമോളെ എന്താ എന്റെ പ്രശ്നം? ഈ ഐസിൽ എന്താ കളിക്കണേ? ഇവിടെ നോക്ക്, നീ കുറച്ച് കഴിഞ്ഞിട്ട് കൈ നല്ല ഇതാവും, തണക്കൂ. അപ്പൊ പറഞ്ഞിട്ട് വരും. ഇവിടെ ഈ സംഭവം ഉണ്ടോ, ഇതിലിങ്ങനെ വലിച്ചു കൊണ്ടുപോകണ്ടല്ലോ, അതിലിങ്ങനെ വലിച്ചു കൊണ്ടുപോയിട്ട് ഈ മഞ്ഞുള്ള സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകും. പിന്നെ കുതിരമ്മ കൊണ്ടുപോകും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർക്കൊന്നും ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നത്. പക്ഷെ വലിച്ചു കൊണ്ടുവന്ന സംഭവം ഭയങ്കര എഫേർട്ടാണ്. എന്താ പറഞ്ഞ മറ്റേ സാധനം ഇങ്ങനെ പോവും. പക്ഷെ അവിടെ നിന്ന് കുറച്ച് പോവും, പിന്നെ വലിച്ചു കൊണ്ടുപോകണം. ഇങ്ങനെ ഇറക്കുള്ള ഭാഗത്തുനിന്ന് പോവും. എല്ലാத்தைയും ഭാഗങ്ങൾ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകണം. കണ്ടിൻ്റെ അവസ്ഥ. ഹോട്ട് ചോക്ലേറ്റാണ് നമ്മളിപ്പോൾ കുടിക്കണത്. ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചോക്ലേറ്റിൻ്റെ പൗഡർ ഇട്ടിട്ട് ചുടുവെള്ളം ഒഴിക്കണം അല്ലേ? എന്നിട്ട് അവരിങ്ങനെ മിക്സാക്കി തരുന്നു. മഞ്ഞുമലൻ്റെ അടുത്ത് നിന്ന് ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാൻ ഒരു പ്രത്യേക രസം. ഷുമോള എനിക്ക് ചായ വേണോ? എന്താ ചൂടുണ്ടാവും കേട്ടാ, കുടിക്കാൻ പറ്റില്ല. ഫൂണ്ട് 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 കൈ പൊള്ളും. ഫൂണ്ട് കണ്ട, ഫൂണ്ട് വെച്ച് കുടിക്കുക. കുടിക്കാൻ പറ്റില്ല ഇപ്പൊ ചായ പോയ പൊള്ളും. ഇതടി അങ്ങനെ പിടിക്കരുത്, കൈ ചൂടാവും. മാറ്റിക്ക ഇതാ. കുടിക്കണ്ട് കുടിക്കണ്ട്. ഈ മഞ്ഞില് ഒരു നായ, നല്ല തൊപ്പൊക്കെ ഉള്ള നായയാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടുന്ന് പോവാണ്. ഇന്ന് നമ്മളിനി ഹൗസ് ബോട്ടിലേക്കല്ല പോണ്, പെഹൽഗാംക്കാണ് പോകുന്നത്. പെഹൽഗാമിൽ പോയിട്ട് അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. എന്നിട്ട് നാളെ പെഹൽഗാം ഒന്ന് കറങ്ങും. എന്നിട്ട് നേരെ തിരിച്ച് ബാക്ക് ടു ഹൗസ് ബോട്ട്. ഫേസ് ടുവിൻ്റെ റെഡാണ് ആ പോണേ. നേരെ ആ മഞ്ഞുമലിൻ്റെ മുക്കാണ്, അതിലേക്കാണ് നമ്മൾ പോവാം. ഫേസ് 2 ഇവിടെ വരെ ID ചോദിക്കുന്നുണ്ട്. ഫേസ് 1 ID ചോദിച്ചില്ല. അപ്പോൾ ID കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ മൊബൈലിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് എന്നിട്ട് കാണിച്ചിട്ടുണ്ട്. സീനില്ല, നമ്മൾ എൻട്രി ചെയ്തു. ലൈറ്റ് സൂര്യ അടിക്കുന്നുണ്ട്. എൻ്റെ ഇത് ഷോട്ട് എടുത്തോ. हाँ ओपन है and 10,000 people have already applied. हाँ क्या? हाँ बोलो दीपू को कॉल करना है, बोल दो. हाँ हाताला कळ लागली. तिला सांग क्यों चेतना क्या बोली? കൊണ്ടോലയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫേസ് 2ക്ക് നമ്മൾ അതിൻ്റെ മുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് സ്നോ ആണ് ഇവിടെയൊക്കെ. സൺലൈറ്റ് എല്ലാം അടിക്കുന്നുണ്ട്. ഇത്ര അടിയെന്നാണ് നമ്മൾ വരുന്നത്. ഫുള്ള് ക്ലീൻ ആക്കണം, എന്നാലും അനക്കുള്ളതൊന്നും അവർ ക്ലീൻ ആക്കിയിട്ടില്ല. ഏറ്റവും ടോപ്പൊക്കെ അപ്പോൾ നമ്മൾ പോകണത്. ഇവിടെ നല്ല മഞ്ഞ്, ഇവിടെ മഞ്ഞുകൾ. പ്ലെയിനിൽ പോണ പോലെ അല്ലേ? പ്ലെയിനിൽ പോണ പോലെ അല്ലേ? കുതിരകൾ ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ, കുതിരയില്ല. മാർക്കില്
ഏറ്റവും ടോപ്പ് വ്യൂ പോയിന്റ് ആണ് ഇത്. കാശ്മീരിലെ ഏറ്റവും ടോപ്പ് വ്യൂ പോയിന്റ് ആണ്. ഹെവിയാണ് ഇവിടെ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ. ഇതാണ് ഗൊണ്ടോലിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂ. ഫുള്ള് സ്നോ ആണ് ഇവിടെ. ഏറ്റവും ഉയരത്തിലുള്ള ഏഷ്യയിലെ ഏറ്റവും ടോപ്പ് ഉയരത്തിൽ പോകുന്ന ഗൊണ്ടോളന് അതിൻ്റെ വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തൊന്ന് വന്ന് നോക്ക്. ഇന്ത്യൻ്റെ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ട് ഇവിടെ കൂടുതൽ നിൽക്കാൻ വയ്യ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. എടുത്തോ कैफे के अंदर से वापसी का रास्ता है, वही रास्ता इख्तियार है। प्लीज मेहरबानी करके कैफे के अंदर से वापसी का रास्ता। ആകെ ടയർഡായി. ഫേസ് 2 ഞങ്ങൾ തിരിച്ച് ഫേസ് 1 പോയിക്കൊണ്ടിരിക്കണം. കേരള സർ गुजरात ഗ്ലൗസ് ഇടാൻ സമ്മതിക്കില്ല. ഇത് കേരള ഗ്ലൗസ് ഇട്ട് കൊടുത്തിട്ട് ഇറങ്ങുമ്പോൾ തണുത്തിട്ട് കൈ മേലെ കയറില്ലല്ലേ. പിസന്റെ കട, ബിരിയാണി. അപ്പോൾ ഞങ്ങൾ താഴത്തെത്തി. ഇതാണ് ഫേസ് 1 കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫേസ് 2ൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോയി. കുട്ടീനായിട്ട് പോയത്. ഞങ്ങൾ ആദ്യം വിചാരിച്ച് അവിടെ ഇറങ്ങൂല എന്നാണ്. പക്ഷേ അവിടെ ഇറങ്ങുന്ന സ്ഥലമുണ്ട്. ഞങ്ങൾ അവിടെ ഇറങ്ങി 2 മിനിറ്റ് ഒന്ന് നോക്കിയിട്ടുള്ളൂ. 2-3 ഫോട്ടോ എടുത്ത്. അപ്പോൾ തന്നെ പിന്നെ ഇഷമോള് തിരിച്ചു വരുമ്പോൾ ഇഷമോള് വൊമിറ്റ് ചെയ്ത് നേരത്തൊക്കെ ഇതാക്കി ഛർദ്ദിച്ച്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഫേസ് 1 ഏറ്റവും താഴത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വണ്ടി പോകണം. എന്നിട്ട് വണ്ടിയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് പെഹൽഗാംക്കാണ്. നമ്മൾ ഇതുവരെ ചെയ്യുന്നത് ദാൽ ലേക്കിലായിരുന്നു. ഇന്ന് പെഹൽഗാംക്ക് പോകും. എന്നിട്ട് ഇന്ന് നമ്മൾ പെഹൽഗാമിൽ സ്റ്റേ ചെയ്യും. നാളെ പെഹൽഗാം ഒന്ന് കാണും. എന്നിട്ട് നേരെ തിരിച്ച് ദാൽ ലേക്ക് വരും. അപ്പോൾ നമുക്ക് നേരെ വണ്ടിൻ്റെ അടുത്ത് പോകാം. കാശ്മീരി പൊറോട്ട അതിൽ മിക്സ് ചെയ്തിട്ട് ഈ സാധനം ഇട്ടിട്ട് തരികയാണ്. നോക്കണം. കുറേ കാശ്മീരി ടൈപ്സ് ഉണ്ട്. അത് ഷുഗർ ഇതൊക്കെ മധുര ടൈപ്പാണ്. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. തണുത്തിട്ട് അതിന് പിടിക്കാൻ വയ്യ. 100 രൂപയ്ക്കല്ലേ? ആ ये खाने का तरीका कैसा है? ऐसा ऐसा नॉर्मल खाना है बस. पोरा आलू कितना है? आलू 50 rupees पाव. 50 rupees पाव. how much? 250 gram. 250 gram. 250 ग्राम. അത് സാധാ നമ്മളെ ഉരുളക്കിഴങ്ങ് പൊരിയാ വേണോ? एक क्या है? लोटस. क्या? लोटस താമരന്റെ लोटस സ്റ്റെം. कितना है? इसका रूट 100. 250. അവാണ് കൊടുക്കണം. 250 ഗ്രാമിന് 100. ആ രണ്ടും കൂടെ 250. ഏത്? ഇതും അതും കൂടെ. ये दोनों मिला के 250 ग्राम. ഇത് വേണ്ടല്ല. കാശ്മീർ സ്പെഷ്യൽ താമരൻ്റെ തണ്ട് പൊരിച്ചത്. അപ്പോൾ നമ്മൾ പെഹൽഗാമിൽ വന്നിട്ടുള്ളത് ദ മൗണ്ടൻ ഷാഡോ എന്ന് പറഞ്ഞ റിസോർട്ടിലേക്കാണ്. വളരെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കയറി നോക്കാം. ഇങ്ങനെയായിക്ക് ഇറങ്ങുന്നത് നമ്മൾ
നമ്മൾ നേരെ നമ്മളെ റൂമിലേക്ക് പോവാണ്. റൂം എങ്ങനെയുണ്ട് നോക്കാം. ചെറിയൊരു സെറ്റപ്പാണ്, വലിയ ഹെവി സെറ്റപ്പ് ഒന്നുമില്ല. ഇതാണ് റൂം വരുന്നത്. ടി വി ഉണ്ട്, ചെയറുണ്ട്, പിന്നെ ചെറിയൊരു കബോർഡ് വർക്കിംഗ് അല്ലേ. അതിൽ ബ്ലാങ്കറ്റ് ഉണ്ട്. ഇങ്ങനെയാണ് റൂം വരുന്നത്. പിന്നെ വാഷ്റൂം ഇത് വരുന്നത്. വാഷ്റൂം ഇങ്ങനെ വരുന്നു. ഹീറ്ററിൻ്റെ ഇവിടെ വാഷ് ചെയ്യുന്നത്. പിന്നെ ക്ലോസറ്റ്. അതെന്താ നമ്മളെ പറയും. ഇന്നത്തെ നമ്മളെ രാത്രിത്തെ ഫുഡാണ്. ചപ്പാത്തി ഉണ്ട്, പിന്നെ പനീരുണ്ട്, പിന്നെ ഒരു കറി, എന്ത് കറി അറിയില്ല, നോക്കാം. പിന്നെ കോളിഫ്ലവറിൻ്റെ ഒരു കൂട്ടാന്, പിന്നെ ചിക്കൻ്റെ ഗ്രേവി. ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഫുഡ് കഴിക്കുന്നതോടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി നാളത്തെ വീഡിയോ, അടുത്ത ദിവസത്തെ വീഡിയോ നമ്മൾക്ക് കാണാം. ഓക്കെ.